പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എർണൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൽ രണ്ടാമൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന KM മാണിയുടെ രാജിയിലേക്ക് എത്തിച്ച ബാർ കോഴ വിവാദം ഇപ്പോൾ പുതിയ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ഒരു ശബ്ദ സന്ദേശമാണ് ഇതിന് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 25 കോടി രൂപയുടെ നഗ്നമായ അഴിമതിയാണ് അല്ലെങ്കിൽ ബാർ കോഴയാണ് എന്ന തരത്തിൽ തന്നെ ഈ വിഷയം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ബാർ ഉടമകളും 2.5 ലക്ഷം രൂപ വീതം സർക്കാരിന് പിരിച്ചു നൽകണം എന്നുള്ളതാണ് അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അനിമോൻ തന്നെയാണ് മുൻപൊരിക്കൽ KM മാണിയുടെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ട് എന്നുള്ള വിവാദ പ്രസ്താവന നടത്തിയതും ആ വിവാദ പ്രസ്താവന ബിജു രമേശ് തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് പിന്നീട് അത് പുറത്തുവിടുകയുമെല്ലാം ചെയ്തത്. എന്തായാലും അതേ തുടർന്ന് നടന്ന അന്വേഷണത്തിലും കോലാഹലത്തിലും ഒച്ചപ്പാടിലും പ്രതിപക്ഷം നിയമസഭയെ ഒന്നടങ്കം പ്രതിരോധിക്കുകയും തുടർന്ന് ഇത് KM മാണിയുടെ രാജിയിലേക്ക് നയിക്കുന്ന സംഭവമായി മാറുകയും ചെയ്തു. അന്ന് പ്രതിപക്ഷത്തായിരുന്ന CPM ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നു. ഈ ഭരണപക്ഷത്തെ എക്സൈസ് മന്ത്രിയായ MP രാജേഷിന് എതിരെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദം വരുമ്പോൾ കൃത്യമായി അത് ചെന്ന് നിൽക്കുന്നത്. എന്നാൽ സർക്കാർ തലത്തിൽ മദ്യനയം ആലോചിക്കുക പോലും ചെയ്യാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ഒരു ശബ്ദ സന്ദേശം വന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിരിക്കുന്നു എന്നാണ് എക്സൈസ് മന്ത്രി രാജേഷും വ്യക്തമാക്കിയത്. എന്നാൽ ഈ ശബ്ദ സന്ദേശം അയച്ച അനിമോൻ എന്ന് പറയുന്ന തൊടുപുഴയിലെ ബാർ ഉടമയ്ക്ക് ചില സവിശേഷതകൾ ഉള്ളതായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതായത് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായ ഇലക്ട്രിസിറ്റി ബോർഡിലെ കാഷ്യറായ ഒരാളുടെ മകനായിരുന്നു. പിന്നീട് ഇയാൾ അമ്മാവന്മാരുടെ കൂട്ടുപിടിച്ച് അമ്മാവന്മാർ ബാർ ഉടമകളായിരുന്നു. അമ്മാവന്മാരുടെ പാത പിന്തുടർന്ന് ഇയാൾ ഒരു ബാർ ഏറ്റെടുക്കുന്നു. ചാരായ നിരോധനത്തിന് ശേഷമാണ് തൊടുപുഴയിലെ വൈശാലി എന്ന് പറഞ്ഞ ഒരു ബാർ ഇയാൾ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഇയാളുടെ പല സുഹൃത്തുക്കൾ ഒരുമിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ബാറുകളും ഇപ്പോൾ ഇയാൾ ഏറ്റെടുത്ത് നടത്തുന്നു. കേരളത്തിലെ നിരവധി ബാറുകളുടെ ഉടമ കൂടിയാണ് ഇപ്പോൾ തൊടുപുഴക്കാരനായ ഈ അനിമോൻ എന്നാണ് പറയാൻ സാധിക്കുന്നത്. മോഹൻലാൽ എന്ന ചലച്ചിത്ര നടന്റെ കടുത്ത ആരാധകനായ അനിമോൻ മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്കും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്, കോ പ്രൊഡ്യൂസറായി വർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ബാർ വ്യവസായത്തിന് പുറമെ അനിമോൻ സുപ്രധാനമായ മറ്റൊരു വ്യവസായം കൂടി ചെയ്യുന്നു. അഥവാ അനിമോന്റെ പ്രധാനമായ ബിസിനസ് എന്ന് പറയുന്നത് നീരാളി എന്ന് പറയുന്ന പച്ചമീൻ വിൽപ്പനയാണ്. ഇത് കേരളത്തിലെ എല്ലാ മത്സ്യ മാർക്കറ്റുകളിലും വിൽപ്പന നടത്തുന്നത് അനിമോന്റെ നേതൃത്വത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ തൊടുപുഴ മത്സ്യച്ചന്ത പൂർണ്ണമായും അനിമോന്റെ നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നീരാളി എന്ന പ്രത്യേകതരം പച്ച മത്സ്യം വിൽപ്പന നടത്തുന്നത് അനിമോന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ദിവസവും വെളുപ്പിന് 1:45 മണിയോടുകൂടി അനിമോൻ നേരിട്ട് തന്നെയാണ് മാർക്കറ്റിൽ എത്തുന്നത് എന്നുകൂടി പറയപ്പെടുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ഗുണ്ടാ സംഘങ്ങളും അനിമോന്റെ ചൊൽപ്പടി നിൽക്കുന്നു, അഥവാ അനിമോന്റെ പാർശ്വവർത്തികളാണ് എന്നറിയുമ്പോൾ കേരളത്തിൽ എവിടെയും എന്ത് സംഘർഷാവസ്ഥയുണ്ടായാലും അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സിന് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കത്തക്ക രീതിയിൽ അനിമോന് ആൾബലം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അനിമോൻ കുടത്തിൽ നിന്നും അഴിച്ചുവിട്ടിരിക്കുന്ന ഈ ഒരു ഭൂതം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെയും മന്ത്രിസഭയെയും തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ ചെന്നെത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 2.5 ലക്ഷം രൂപ വെച്ച് ഓരോ ബാർ ഉടമകളും പിരിച്ചു നൽകണമെന്നും തൊടുപുഴയിലെ ഒരു ബാർ ഉടമ മാത്രമാണ് ഈ പണം നൽകിയിട്ടുള്ളതെന്നും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ഉടനെ നൽകേണ്ടതാണെന്നും ഇതിന് പ്രതിഫലമായി സർക്കാർ എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുന്നത് നിർത്തലാക്കുമെന്നും ബാർ ഉടമകൾക്കും ബാറിനും പുതിയ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ
സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവായി ഇറങ്ങുമെന്നും ഒക്കെയാണ് അനിമോൻ പറയുന്നത്. എന്തായാലും സർക്കാരിൻ്റെ പുതിയ മദ്യ നയ രൂപീകരണം വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അനിമോന്റെ ഈ പ്രസ്താവന സർക്കാരിന് എതിരെയുള്ള ഒരു വലിയ ഭീഷണി തന്നെയാണ്, വലിയ ഒരു വിവാദ ബോംബ് തന്നെയാണ്. എന്തായാലും പ്രതിപക്ഷം ഈ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു. 25 കോടി രൂപയുടെ നഗ്നമായ അഴിമതി തന്നെയാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത് എന്നാണ് അവർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന KM മാണിയുടെ രാജിയിലേക്ക് എത്തിച്ച ഒരു സംഭവമായിരുന്നു അക്കാലത്തുണ്ടായിരുന്ന ബാർക്കോഴ. ഈ ബാർക്കോഴയുടെ പുനരാവിഷ്കാരമാണ് അല്ലെങ്കിൽ ആവർത്തനമാണ് ഇപ്പോൾ അനിമോനിലൂടെ നടക്കുന്നത് എന്നാണ് അന്നത്തെ ഭരണപക്ഷത്തിരുന്ന ഇന്നത്തെ പ്രതിപക്ഷമായ UDF ആരോപിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അലയൊലികൾ കേരള രാഷ്ട്രീയത്തിലും കേരള സാമൂഹ്യ മണ്ഡലത്തിലും വളരെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി ഇതിൻ്റെ പേരിൽ നടക്കാൻ പോകുന്നത്, ഏതൊക്കെ തലകൾ ഉരുളും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. പ്രിയപ്പെട്ട FKH ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ FKH ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് റിനൈസൻസ് ഹോട്ടലിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ആരുടെ ഒരു 10 പൈസയും പോകണമെന്നല്ല, അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിൻ്റെ ബോധിപ്പിക്കപ്പെടുന്നതുമാണ്. പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക. ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടനെ അറിയിക്കണം. ആരും മിണ്ടാണ്ടോ അല്ലാണ്ട് അനങ്ങാണ്ടോ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ഇത് വിവരം അറിയിച്ചില്ല എന്നുള്ള പറയരുത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല. എന്നിട്ടും ഈ പ്രസിഡന്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയാൻ എനിക്ക് പറ്റുമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞാൽ ഫോൺ എടുക്കില്ലാത്ത ആൾക്കാരുണ്ട്. പലരും അതിന് മറുപടി ഒത്തിരി പറയുന്നതുകൊണ്ട് എനിക്ക് അവരൊന്നും തർക്കിച്ച് ജയിക്കാനും പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും ഇപ്പം ശരിയാണ് പറയുമ്പോൾ ന്യായങ്ങൾ ഒത്തിരി ഉണ്ട്. കച്ചവടം ഇല്ല, പല കാര്യങ്ങളും എല്ലാവർക്കും പറയാനുണ്ട്. എന്തിനാണ് ഈ കാശ് കൊടുത്തിട്ട് ഇതുകൊണ്ട് എന്നാ പ്രയോജനം? ഇതൊക്കെ പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഓരോരുത്തരോട് പറയാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിതിടുന്നത്. പിന്നെ നിങ്ങളോട് ഇനി പറഞ്ഞില്ല എന്ന് പറയുന്നത് സഹകരിച്ച എല്ലാവർക്കും നല്ലത്. പിന്നെ ഞങ്ങൾ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുന്നവരുടെ എല്ലാം ഇത് നേരിട്ട് വിളിച്ചു ചോദിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. എല്ലാവരും സഹകരിക്കണം, പറ്റുമെങ്കിൽ സഹകരിക്കുക.